ഉമ്മൻചാണ്ടിയെ ചാരി ശൈലജ ടീച്ചർക്ക് ഒരടി എന്നതാണോ അതിലെ സൂത്രം എന്നും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. പല കാര്യത്തിലും എന്ന പോലെ സർ, യഥാർത്ഥ കണക്കുകൾ മറച്ചു വെച്ച് മേനി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത്. ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹം പറയുന്നുണ്ട്, അടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട്, ഒന്നാമത് എന്ന തള്ള് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. അപൂർവമായിട്ടുള്ളൊരു രോഗമാണ്, പക്ഷെ കേരളത്തിൽ ഇത് പടർന്നു പിടിക്കുകയാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ ആരോഗ്യവകുപ്പിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ എംഎൽഎ എൻ ഷംസുദ്ദീൻ. ചർച്ചയിൽ രൂക്ഷമായാണ് ആരോഗ്യവകുപ്പിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ഷംസുദ്ദീൻ വിമർശിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ മഹാമാരിയായി വിശേഷിപ്പിച്ച ഷംസുദ്ദീൻ പകർച്ചവ്യാധി അല്ലാതെ പോലും എന്തുകൊണ്ടാണ് രോഗം ക്രമാതീതമായി ഉയരുന്നതെന്ന് ശാസ്ത്രീയമായി മറുപടി പറയാൻ സർക്കാരിനും ആരോഗ്യവകുപ്പിനും സാധിക്കുന്നില്ലെന്ന് വിമർശിച്ചു. നിപയിലും മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിലും സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണെന്നും ഇത് തികച്ചും ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടാണെന്നും ഷംസുദ്ദീൻ വിമർശിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം തന്റെ കാലത്തുള്ള പ്രശ്നമല്ലെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് 2013 ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിരുന്നുവെന്നും എന്നാൽ അന്ന് ഗവൺമെന്റ് കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും ആരോപിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. ഈ പോസ്റ്റിനെയും ഷംസുദ്ദീൻ വിമർശിച്ചു. പഠനം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റേതല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാർ സ്വന്തം നിലയ്ക്ക് 2013 തുടങ്ങിയ പഠനത്തിന്റെ റിപ്പോർട്ട് 2018 സമർപ്പിച്ചു. അപ്പോൾ പിണറായി സർക്കാർ ആയിരുന്നു ഭരണത്തിൽ. കെ ശൈലജ ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി. അമീബിക് മസ്തിഷ്ക ജ്വരമായി ബന്ധപ്പെട്ടതല്ലാത്ത 2018 റിപ്പോർട്ട് 2013 പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ പഴിചാരി കെ ശൈലജ ടീച്ചർക്ക് ഒരു അടി എന്ന സൂത്രമാണ് ആരോഗ്യമന്ത്രി പ്രയോഗിച്ചതെന്നും എൻ ഷംസുദ്ദീൻ ആരോപിച്ചു. ഇത് എന്റെ കുഴപ്പം കൊണ്ടോ ഈ കാലത്തുള്ളതോ അല്ലാന്നാണ്. മന്ത്രി ഇത് നേരെ അപ്പുറത്തേക്ക് വിട്ടു. ആദ്യം വിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന് നേരെയാണ്. 2013 ഒരു പഠനം നടത്തി. അന്ന് ആ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന്. പക്ഷേ ആ പഠനം നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് വന്നു. പഠനം ഔദ്യോഗിക പഠനമല്ല, ഗവൺമെന്റ് പറഞ്ഞ പഠനമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാര് അവരുടെ സ്വന്തം നിലക്ക് നടത്തിയ പഠനമാണ്. എന്താണ് ഇങ്ങനെ ഈ മസ്തിഷ്ക ജ്വരം എങ്ങനെ വരുന്നത്. അങ്ങനെ നടത്തിയപ്പോ അതില് 2013 അവർ പഠനം ആരംഭിച്ചെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നത് 2018 ഉമ്മൻചാണ്ടി മാറി 1ാം പിണറായി ആയി. നിങ്ങൾ 1ാം ലോക മഹായുദ്ധം 2ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ മാതിരി എല്ലായിടത്തും വിശേഷിച്ച് പറയുമല്ലോ. അങ്ങനെ 1ാം പിണറായി ആയി. ആ സമയത്ത് വെച്ച് അന്ന് ആരാ ആരോഗ്യമന്ത്രി? ശൈലജ ടീച്ചറാണ്. ഉമ്മൻചാണ്ടിയെ ചാരി ശൈലജ ടീച്ചർക്ക് ഒരടി എന്നതാണോ അതിലെ സൂത്രം എന്നും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. മരണനിരക്ക് മറച്ചുവെക്കുന്നുവെന്ന് മാധ്യമങ്ങൾ ഉന്നയിച്ചതിനു ശേഷമാണ് യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടത്. മറ്റു വിഷയങ്ങളിലെ പോലെ തന്നെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ച് മേനി നടിക്കാനാണ് സർക്കാരും മന്ത്രി വീണ ജോർജും ശ്രമിക്കുന്നതെന്ന് രൂക്ഷമായി ഷംസുദ്ദീൻ വിമർശിച്ചു. രോഗത്തിനെ പ്രതിരോധിക്കാൻ സർക്കാർ നടത്തുന്ന സമീപനങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലും കേരളം നമ്പർ 1 എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും പ്രതിപക്ഷ എംഎൽഎ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ് എന്ന സർക്കാർ പറയുന്നത് ഇവിടെ മരണനിരക്ക് വളരെ കുറവാണെന്ന് അത് പറഞ്ഞു നിൽക്കുകയാണ്. മരണനിരക്ക് കുറവാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സർ, മരണനിരക്ക് പൂഴ്ത്തിവെച്ചു സർക്കാർ എന്നൊരു ആക്ഷേപമുണ്ട് സർ. അതായത് 3 ദിവസം മുമ്പ് വരെ മസ്തിഷ്ക ജ്വരം എന്ന് സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ കുറെ ആളുകളുടെ പേര് ചേർത്തു. എന്നാൽ ചില മാധ്യമങ്ങളിൽ കൃത്യമായ ആക്ഷേപം വന്നപ്പോ അത് മാറി. അന്ന് വരെ ഉണ്ടായിരുന്നത് മരിച്ചത് 2 പേരാണ്. എന്നാൽ 2 ദിവസം മുമ്പ് ലിസ്റ്റ് പരിഷ്കരിച്ചപ്പോൾ മരിച്ചത് 17 പേരായി. പിന്നീട് 2 പേർ കൂടി മരിച്ചു. ഇപ്പം മരിച്ചവരുടെ എണ്ണം 19. ഇത് ബാധിച്ചവരുടെ എണ്ണം 66 എന്നാണ് സർക്കാർ റെക്കോർഡിൽ പറയുന്നത്. പല കാര്യത്തിലും എന്ന പോലെ സർ, യഥാർത്ഥ കണക്കുകൾ മറച്ചു വെച്ച് മേനി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത്. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ രാജീവ് സദാനന്ദന്റെ വിമർശനവും പ്രതിപക്ഷം ആരോഗ്യവകുപ്പിനെതിരെയുള്ള ആയുധമാക്കി. രാജീവ് സദാനന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിൽ 1ാമത് എന്ന തള്ള് അപകടകരമാണെന്ന് പറഞ്ഞിരുന്നു. ഇതിനെയാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കി മാറ്റിയത്. ഇടതുപക്ഷ ആദർശമുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ പോലും ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നുവെന്നും ഡോക്ടർ ഹാരിസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ആരോഗ്യരംഗത്തിന്റെ രേഖാചിത്രമാണ് ഹാരിസിന്റെ തുറന്നു പറച്ചിലെന്നും പ്രതിപക്ഷം വിമർശിച്ചു. ഡോക്ടർ രാജീവ് സദാനന്ദനെ നിങ്ങൾക്കറിയില്ലേ? ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. നിങ്ങളുടെ 1ാം ഗവൺമെന്റിൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹം പറയുന്നുണ്ട്, അടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട്, ഒന്നാമത് എന്ന തള്ള് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. ആരോഗ്യ രംഗത്ത് എല്ലാത്തിലും ഒന്നാണെന്ന് പറയുന്ന ഈ തള്ള് വളരെ അപകടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല,
ഉപനേതാവ് പറഞ്ഞതല്ല, രാജീവ് സദാനന്ദന്റെ വാക്കുകളാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഡോക്ടറാണ് ശ്രീ ഹാരിസ് ചെർക്കൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ രേഖാചിത്രമാണ് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലിലൂടെ നമ്മൾ കണ്ടത്. മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയാ വിതരണ പ്രതിസന്ധിയെക്കുറിച്ചും സഭയിൽ ഷംസുദ്ദീൻ ചർച്ചയാക്കി. ആരോഗ്യരംഗം നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നുപോയ അവസ്ഥയാണ് കേരളത്തിലിപ്പോൾ. കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ലെന്നും കപ്പൽ മുഴുവനായി മുങ്ങിപ്പോയി എന്നും വീണ ജോർജിനെതിരെ പ്രതിപക്ഷം പരിഹസിച്ചു. ലോകത്തിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. അതിൽ എല്ലാ ഗവൺമെന്റിനും പങ്കുണ്ടെന്നും എന്നാൽ അതെല്ലാം പാടെ തകർന്ന് ഏറ്റവും മോശപ്പെട്ട വകുപ്പായി ആരോഗ്യവകുപ്പ് മാറിയെന്ന വിമർശനവും മന്ത്രി വീണ ജോർജിനെതിരെ സഭയിൽ ശക്തമായി ഉയർന്നു.